വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ഭാവിയിൽ വരാനുള്ള ദാരിദ്ര്യം ചിന്തിച്ചുകൊണ്ട്. ഈ ആയത്തിന് പറഞ്ഞ തഫ്സീറിൽ അങ്ങനെയാണ്, ദാരിദ്ര്യം ഭാവിയിൽ വരുമെന്ന് പേടിച്ച് ഇപ്പോഴേക്ക് കൊല്ലരുത്, ഇപ്പോൾ വന്ന ദാരിദ്ര്യത്തിന് കൊല്ലരുത്. അത് സൂറത്തുൽ അൻആമിലുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ഇപ്പോൾ പിടിപെട്ട ദാരിദ്ര്യത്തിന് വേണ്ടി മക്കളെ ബലിയെറുക്കരുത്, കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. ഭാവിയിലുള്ള ദാരിദ്ര്യം വിചാരിച്ച് നിങ്ങൾ കൊല്ലരുത്. അവർക്ക് നാം റിസ്ക് നൽകും, നിങ്ങൾക്കും നൽകും. ഭാവിയിലേക്ക് അവരെത്തണമല്ലോ. അതുകൊണ്ടാ ഇവിടെ നഹ്നു നർസുഖുഹും വഇയ്യാകും എന്ന് പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ദാരിദ്ര്യത്തിന് വേണ്ടിയാ കൊല്ലുന്നത്. അവിടെ അള്ളാഹു പറഞ്ഞു നഹ്നു നർസുഖുകും വഇയ്യാഹും. ചെറിയൊരു മാറ്റം. നിങ്ങൾക്കും അവർക്കും നമ്മളാ റിസ്ക് നൽകുന്നത്. ജീവിതോപാധി നമ്മൾ നൽകും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നല്ല തവക്കുല് നിങ്ങൾക്ക് വേണം. കുട്ടി ജനിച്ചു, ഒന്നാമതായി നല്ല പെൺകുട്ടി. എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ മൂപ്പരും പതുക്കെ പറഞ്ഞു അൽഹംദുലില്ലാ. രണ്ടാമതും ഒരു കുട്ടി ജനിച്ചു, അതും പെൺകുട്ടി തന്നെ. എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാ പറയണോ? രണ്ടാമത്തും പെൺകുട്ടി. എന്താ മടി? ആ ഉറക്കെ പറയണം, നല്ല സന്തോഷത്തോടെ പറയണം അൽഹംദുലില്ലാ. അത് പറയാനുള്ള ആ ടൈമിലാണ് മനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വരണം. എന്താ കണക്ക് കൂട്ടുന്നത്? കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളതല്ലേ. നഹ്നു നർസുഖുഹും വഇയ്യാകും. കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളതല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള ചെലവല്ലേ കൂട്ടുന്നത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. ആ ടൈമിൽ അവർക്ക് കൊടുക്കാനുള്ള ചെലവ് നമ്മൾ തരും. അല്ലാഹു പറയാണ് നിങ്ങൾക്കും തരും. അപ്പൊ ഭാവി വിചാരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു കുടുംബാസൂത്രണ പദ്ധതി ആവിഷ്കരിക്കരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അവരെ കൊന്നുകളയുന്നത് മഹാപാതകമാണ്. ചെറിയ തെറ്റാണെന്നല്ല അള്ളാഹു പറഞ്ഞത്. കാന ഖിത്അൻ കബീറാ. അത് വലിയ തെറ്റാണ്. മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹിക്കാത്തൊരു വിഷയമാണ്. ആ മനുഷ്യന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കുറച്ചുകൂടി കാലം താമസിച്ച ആളെ കൊല്ലും പോലെ അല്ലല്ലോ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്. സഹോദരങ്ങളെ, ഒരു ചെറിയ കാരുണ്യമുള്ള, ചെറിയ ഒരു സ്നേഹമുള്ള ആൾക്ക് താങ്ങാൻ കഴിയോ? അത്